ഇത് ശോശക്കുട്ടിയോ? എപ്പ എത്തി ഷിക്കാഗോ ഇന്ന്? നമ്മുടെ പെമ്പർനോത്തിയുടെ നേഴ്സിംഗ് ഹോം തന്നെയാണോ ഇപ്പോഴും? അവക്കവിടെ സുഖാന്നോ? ആരാ? അപ്പോ ശോശക്കുട്ടി അല്ലേ? എന്നാ പോ. പോ. ആ പോട്ടെ. ഒരേപോലെ ലോകത്ത് 9 പേര് കാണുന്ന. എന്റെ അമ്മോ, ആനിമൽ അങ്കിൾ. നീ പറയാറുള്ള ആനബോറൻ? അയ്യോ, ഇങ്ങോട്ടാണല്ലോ. ഹലോ, ആരിത്? നിധിക്കുട്ടിയോ? ഇതെന്താ ഇവിടെ? ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങി കിടക്കുവല്ലേ? ഇന്ന് ക്ലാസ്സില്ല, സെക്കൻഡ് സാറ്റർഡേ. ഇവരൊക്കെ ആരാ? എന്റെ ഫ്രണ്ട്സ്. ഇന്ന് ആരുടെ ബർത്ത്ഡേ ആണ് ഒരുമിച്ചിങ്ങനെ കൂടാൻ? ബർത്ത്ഡേ ഒന്നല്ല, ചുമ്മാ കറങ്ങാൻ ഇറങ്ങിയതാ. അത് കൊള്ളാലോ. മോൾ ഇതൊന്ന് പിടിച്ചേ, എങ്കിൽ അങ്കിള് കൂടാം. അങ്കിളിന് ഒരു കമ്പനി ആവുമല്ലോ. അയ്യോ, ഞങ്ങള് പോവാൻ ഇറങ്ങാ അങ്കിൾ. അങ്ങനെ പോയാ എങ്ങനെയാ? മോളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒരുമിച്ച് കണ്ടിട്ട് ഒന്ന് മിണ്ടുവോ പരിചയപ്പെടുകയോ ഒക്കെ വേണ്ടേ? ഓരോരുത്തരായിട്ട് മോൾ അങ്കിളിനെ ഒന്ന് പരിചയപ്പെടുത്ത്. അല്ലെങ്കിൽ വേണ്ട, അങ്കിള് തന്നെ ചോദിക്കാം. എന്നതാടി കൊച്ചേ നിന്റെ പേര്? പറയടി കൊച്ചേ. ധന്യ. നിന്റെയോ? മഹിമ. മോളുടെയോ? വീണ. നിന്റെയോ? മരിയ. നിന്റെയോ? താര. കൊള്ളാം, നല്ല മണി പോലത്തെ പേരുകൾ. ഞാൻ നിധിമോളുടെ മാനുവൽ അങ്കിൾ. ഇവളെന്നെ ആനിമൽ അങ്കിൾ എന്നും വിളിക്കും. അല്ല, അങ്കിളിനെ കുറിച്ച് മോള് ഫ്രണ്ട്സിനോടൊന്നും പറഞ്ഞിട്ടില്ലേ? പിന്നെ ഇവർക്കൊക്കെ അങ്കിളിനെ നന്നായി അറിയാം. ആണോ? അപ്പൊ പരിചയപ്പെടാൻ വൈകിയെന്ന് മാത്രം. അതെ. ഇത്രയും മിടുക്കി കുട്ടികളെ ഒരുമിച്ച് കണ്ട സന്തോഷത്തിൽ അങ്കിൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അയ്യേ, ഈ ഉണക്ക ഐസ്ക്രീം ഒന്നും കഴിക്കണ്ട. നമുക്ക് നേരെ ടാജിലേക്ക് പോവാം. അവിടെ ആവുമ്പോ സ്വസ്ഥമായിട്ടിരുന്ന് ലഞ്ചൊക്കെ കഴിച്ച് ഇന്നത്തെ ട്രീറ്റ് അങ്കിളിന്റെ വക. അതെ അങ്കിൾ, ഞങ്ങൾക്ക് ധന്യയുടെ വീട്ടിൽ പോണം. അവളുടെ മമ്മി ഞങ്ങൾക്ക് എല്ലാവർക്കും ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണോ? എങ്കിൽ ഞാനും വരാം. ധന്യയുടെ മമ്മി ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാമല്ലോ. അത് പിന്നൊരിക്കലാവാം. എങ്കിൽ ചെറിയൊരു ഷോപ്പിംഗ്. ഓരോരുത്തർക്കും അങ്കിളിന്റെ വക ഓരോ പുത്തൻ ഉടുപ്പ്. അങ്കിളിന് ലോട്ടറി അടിച്ചോ? ഇത്ര നിർബന്ധം ഞങ്ങൾക്ക് ചെലവ് ചെയ്യാൻ? വേണമെങ്കിൽ ലോട്ടറി എന്ന് പറയാം, പക്ഷെ എല്ലാ മാസവും കൃത്യമായിട്ട് അടിക്കുന്നതാ. പെമ്പർന്നൂർ അയക്കുന്ന ഡ്രാഫ്റ്റ്. അവളവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശല്ലേ, അത് കൈ കിട്ടിയാൽ അന്ന് തന്നെ പൊടിച്ചു തീർത്തില്ലെങ്കിൽ ഒരു മനസമാധാനക്കേടാ. ഇത്ര മനസമാധാനക്കേടാണെങ്കിൽ ഇങ്ങ് തന്നേര്, ഞാൻ എന്റെ ബാങ്കിലിട്ടോളാം. ഒരു തമാശക്കാരി. അങ്കിള് തരും. അങ്കിളുടെ ഈ പോക്കറ്റിലുള്ളതും ബാഗിലുള്ളതും ബാങ്കിൽ കിടക്കണതും ഒക്കെ അങ്കിള് തരും. മക്കൾക്ക് സന്തോഷാവുകയാണെങ്കിൽ അങ്കിളിന്റെ കയ്യിലുള്ള അവസാനത്തെ ഡോളർ വരെ തരും. എന്നിട്ട് നയാ പൈസ കയ്യിലില്ലാതാകുമ്പോ ഒരു പെഗടിക്കാൻ വേണ്ടി അങ്കിൾ ഈ റോട്ടിലിരുന്ന് തെണ്ടും. അത് അങ്കിളിന്റെ സന്തോഷം. എന്റെ മക്കളുടെ സന്തോഷത്തിന് വേണ്ടി അങ്കിൾ ഇപ്പൊ എന്താ ചെയ്യണ്ടേ അത് പറ. ഞങ്ങളെ പോവാൻ അനുവദിക്കണം. അത് മതിയോ? എങ്കിൽ പൊക്കോ, സന്തോഷായിട്ട് പൊക്കോ. ഈ ബില്ലെങ്കിലും അങ്കിളിന് കൊടുക്കണം. ശരി. സന്തോഷായി അങ്കിളിന്. അങ്കിള് പെൺപിള്ളേരെ മാത്രമേ സന്തോഷിപ്പിക്കുള്ളൂ. എന്നടാ? അല്ല, ഞങ്ങളുടെ ബില്ലും കൂടെ കൊടുത്താൽ ഞങ്ങൾക്ക് സന്തോഷായനെ. അതും ഞാൻ കൊടുത്തോളാം. നിങ്ങളും പോയി സന്തോഷിക്കേ. ജീവിതം എന്ന് പറയുന്നത് സന്തോഷിക്കാനുള്ളല്ലേടാ. നീ എന്തെടുക്ക അവിടെ? ശരി, ആ പത്രക്കാരൻ വരും. വന്ന പൈസ എടുത്ത് കൊടുത്തേക്കണം. കനി ഇവിടെ വയലിൻ ക്ലാസ്സിന് പോണില്ലേ അവള്? പോകാൻ റെഡിയാവാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി. അവളുടെ ഒരു കാര്യം. വേറൊന്നുമില്ലല്ലോ, ഇവിടെ തിരക്കാ. ഓക്കെ ഓക്കെ മമ്മി. ഞാൻ റെഡിയാണ്. എപ്പോഴും എന്നെ പറ്റിയുള്ള കുറ്റങ്ങൾ മാത്രം മമ്മിയോട് പറഞ്ഞു കൊടുത്തേക്കണം. ഇയാളൊരു പെർഫെക്റ്റ് ലേഡി. ഞാൻ പോവാ. ഇന്നും വയലിന്റെ സ്ട്രിങ് പൊട്ടിച്ചോണ്ട് വന്നോണം. മമ്മിയുടെ കിട്ടും. കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കല്ലേ. ഒരുപാട് നല്ല കാര്യങ്ങൾ ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഇന്ന് അവധിയല്ലേ? കനിമോളോടെ? ശാലിനി ആന്റിയുടെ ഫ്ലാറ്റില് വയലിൻ ക്ലാസ്സിന് പോയി. പപ്പ ഒരു ദിവസം നേരത്തെ അങ്ങ് പോന്നു. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി മമ്മിയെ പോലും വിളിച്ചു പറഞ്ഞില്ല. മോളെന്താ ഡള്ളായിരിക്കുന്നത്? പപ്പ അന്ന് കൊണ്ടുവന്ന ഡ്രസ്സ് മോക്ക് ഇഷ്ടായില്ലല്ലേ? പോട്ടെ, ഇതെന്തായാലും മോക്ക് ഇഷ്ടാവും. ദാ നോക്ക്. How is this? എന്താ, ഇത് ഇഷ്ടായില്ലേ? അതോ ഇഷ്ടമാവാത്തത് പപ്പയാണോ?
എന്താ മോളെ ഇത്? മോൾ എന്തിനാ പപ്പയെ പേടിക്കുന്നേ? ദേഷ്യപ്പെടില്ലേ മോളെ? പപ്പയുടെ നല്ല കുട്ടിയല്ലേ, ബഹളം വെക്കില്ലേ? മോളോട് ഇരിക്കേ, പപ്പ ഒന്നും ചെയ്യില്ല. വന്നിരിക്കാൻ. കം സിറ്റ്. മോള് പിന്നെയും പേടിച്ചു അല്ലേ? പപ്പയ്ക്ക് മോൾ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ? കരയല്ലേ? എന്തിനാ മോള് കരയുന്നേ? പപ്പ ഒന്നും പറഞ്ഞില്ലല്ലോ. കമോ കമോ. എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? അതെന്താണ്? കുറച്ചു നാളായിട്ട് അയാൾ ഇങ്ങനെയാ. വൃത്തികെട്ട മനുഷ്യൻ. അയാൾ എന്റെ പപ്പയല്ല. എന്റെ ഡാഡി മരിച്ചുപോയി 7 കൊല്ലം മുമ്പ് ഒരു ആക്സിഡന്റില്. ഗോവയില് ടൂറിന് പോയതാ. ഡാഡിയും മമ്മിയും ഞാനും കനിയും കൂടെ അയാളും അയാളുടെ വൈഫും കുട്ടിയും ഉണ്ടായിരുന്നു. അയാളുടെ ഡാഡിയുടെ കസിനാ. തിരിച്ചു വരുമ്പോഴായിരുന്നു ആക്സിഡന്റ്. ഡാഡിയും അയാളുടെ വൈഫും കുട്ടിയും മരിച്ചു. മമ്മിക്കും അയാൾക്കും കുറെ പരുക്കുണ്ടായിരുന്നു. എനിക്കും കനിക്കും ചെറിയ പോറല് മാത്രം. ആ ഷോക്കിൽ നിന്ന് ലോൺലിനെസ്സിൽ നിന്നും രക്ഷപ്പെടാനാ മമ്മി ഷോപ്പ് തുടങ്ങിയത്. അയാളും മെന്റലി തകർന്ന് ഡ്രങ്കഡായി. അപ്പോ റിലേറ്റീവ്സ് എല്ലാരും മമ്മിയെ നിർബന്ധിച്ചു. ഡാഡിയുടെ കസിൻ അല്ലേ, ഫ്രണ്ട് അല്ലേ, അയാളെ മാരി ചെയ്യാൻ. അന്നൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു അയാളെ. പക്ഷേ വാ, നിധിയെ ഇപ്പൊ ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. ഇരിക്ക്. ഇല്ല, ഞാൻ അവിടെ ഇരുന്ന് ബോറടിച്ചപ്പോ നന്നായി പ്ലേ ചെയ്തോണ്ടിരുന്ന ഇയാള് വെറുതെ നിർത്തി അല്ലേ? അത് പിന്നെ മടി. അതിലും മടിയാ ഇപ്പൊ അനിയത്തി കുട്ടിക്ക് അല്ലേ കനി? ആദ്യമൊക്കെ വലിയ സ്നേഹമായിരുന്നു അയാൾക്ക്. എനിക്കും എന്റെ ഡാഡിയെ തിരിച്ചു കിട്ടിയ പോലെ ആയിരുന്നു. പിന്നെ എന്നാണ് അയാൾക്ക് ഈ മാറ്റം തുടങ്ങിയതെന്ന് കൃത്യമായി ഓർമ്മയില്ല. 9th കഴിഞ്ഞപ്പോഴാ എനിക്ക് മനസ്സിലായത്. അയാൾ എന്നെ കാണുന്നതും നോക്കുന്നതും തൊടുന്നതും ഒന്നും പപ്പയായിട്ടല്ലെന്ന്.
ആദ്യം മമ്മിയോട് എല്ലാം തുറന്ന് പറയണമെന്ന് കരുതിയതാ. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് പറ്റിയില്ല. പലവട്ടം ശ്രമിച്ചതാ, പറ്റുന്നില്ല പറയാൻ. മമ്മിക്ക് അയാള് അത്രയ്ക്ക് വിശ്വാസം. എന്റെ ഡാഡിയെ പോലെ തന്നെ അയാൾ ഒത്തിരി നല്ലതെന്ന മമ്മി എല്ലാരോടും പറയാ. അല്ലാന്ന് മമ്മി അറിയുമ്പോ എന്തായിരിക്കും മമ്മിയുടെ അവസ്ഥ? അത് ഓർക്കുമ്പോ എനിക്ക് പേടിയാ. ചിലപ്പോ മമ്മി ആകെ തകർന്നു പോയെന്ന് വരും. മമ്മിയുടെ ലൈഫ് തന്നെ പോവും. ഇല്ല, എനിക്ക് പറയാൻ കഴിയില്ല മമ്മിയോട്. പക്ഷെ അറിയാതിരുന്ന എത്ര കാലം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? പിന്നെ പിന്നെ കനി വളരല്ലേ. ഒന്ന് വേഗം മമ്മി, എനിക്ക് വിശക്കണു. ദേ റെഡിയായി, മോളിരുന്നോ? മമ്മി ഷോപ്പ് അടിച്ചു വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ഈ ഏർപ്പാട് നിർത്തണം. മനുഷ്യൻ ഇവിടെ വിശന്ന് ചാവും. രണ്ടുപേർക്കും ഉണ്ടാക്കി കഴിക്കായിരുന്നല്ലോ. സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതെങ്ങനെയാ? ഒരു മടിച്ചല്ലേ കൂടിയുള്ളത്. നീ ഇതൊക്കെ താഴെ ഇട്ട് ഉടയ്ക്കും. ഇല്ല, മോഹൻ ഇരുന്നോ? വിശന്നു അല്ലേ? ഏയ്, നിധി എവിടെ? ചേച്ചി ഫുഡ് റെഡി. ആ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഉം? താനൊന്ന് ഫ്രീ ആയിട്ട് പറയാന്ന് കരുതി. ആ, എനിക്ക് ഇവിടുത്തെ റീജിയണൽ ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ആകും ഉടനെ. ആണോ? ഉം. താങ്ക് ഗോഡ്. ഇനി ആഴ്ചയിൽ 100-300 കിലോമീറ്റർ ട്രാവൽ ഒഴിവായി കിട്ടുമല്ലോ. എന്നും വീട്ടിലുണ്ടാവും ചെയ്യും. ഈവനിങ് 6 to 8 ഇവിടെ കുട്ടികൾ തനിച്ചാവുന്നതിന്റെ ടെൻഷൻ അതും മാറിക്കിട്ടും. മോളെ വന്ന് കഴിക്ക്. നീ കേട്ടോ, പപ്പയ്ക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ.